ഹലോ ഗൈസ്, നമ്മൾ തളർന്നിരിക്കുകയാണ് ഗൈസ്, വയ്യാണ്ടായിരിക്കുകയാണ് ഗൈസ്. അവിടുന്ന് വേറൊരു ഗൂയിസ് കേൾക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, വീക്കെൻഡിൽ ഞാനും എൻ്റെ കൊളീഗ്സും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണേ. 1 ഡേ ട്രിപ്പാണ്. ഏർലി മോർണിംഗ് 7 സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് രാവിലെ 7 മണിയൊക്കെ കണ്ട് നല്ല ശീലമുള്ള ആളായതുകൊണ്ട് ഞാൻ 7:30ക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത്. ഐ നോ, വളരെ സ്വാഭാവികം മാത്രം. ഞങ്ങൾ അങ്ങനെ മൊത്തം 6 പേരായിരുന്നേ. 3 ബോയ്സ് ആൻഡ് 3 ഗേൾസ്. ഡൊണാൾഡിനും അമ്മൂനും ടാറ്റയൊക്കെ കൊടുത്ത് 2 കാറിൽ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. വിശപ്പിന്റെ അസ്കിത നല്ലോണം ഉള്ളതുകൊണ്ട് ആദ്യം കണ്ട ശ്രീ ആര്യാസിൽ കയറി നല്ലതായിട്ട് ഞമ്മൊക്കെ തട്ടി. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഡെസ്റ്റിനേഷൻ എത്താനുള്ള പ്ലാൻ ആയിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് സുന്ദരിയായി. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളെത്തി. കല്ലാർ എക്കോ ടൂറിസം. ഇവിടെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ഉണ്ടേ, മീൻമുട്ടി വാട്ടർഫോൾസ്. അവിടുത്തെ വിസിറ്റിംഗ് ടൈം വരുന്നത് 9 AM to 4 PM ആണ്. ടിക്കറ്റ് ചാർജസ് ഒക്കെ ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് കടന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ വാട്ടർഫോളിന്റെ ഒരു ഭാഗമൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. ഗേറ്റ് കടന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫോറസ്റ്റിന്റെ അകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ കാർ പാർക്കിങ്ങിന് ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ ഈ 6 പേരിൽ ആരും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരുടെയും ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ ഓൾ ഓഫ് us were റിയലി എക്സൈറ്റഡ്. പിന്നെ എളുപ്പം തട്ടിക്കൂട്ടിയെടുത്ത പ്ലാൻ ആയിരുന്നു. ബട്ട് വെച്ച് വൈകിപ്പിക്കാനൊന്നും നിന്നില്ല. സാറ്റർഡേ നോക്കി അങ്ങ് ഇറങ്ങി. ഇനി ഈ പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 45 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. ആൻഡ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ ടൈമാണ് കേട്ടോ. അങ്ങനെ വരുവാണെങ്കിൽ വാട്ടർഫോൾ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ പാറ കണ്ടു പോവേണ്ടി വരും. ന്യൂജൻ ഗാന്ധിജിനെ കണ്ടോടെ എല്ലാവരും. ട്രക്കിംഗ് ഒരു 2 കിലോമീറ്റർ വാക്കിംഗ് ആണ് ഉള്ളത്. ഒരു 45 മിനിറ്റ്സ് ഓർ മാക്സിമം 1 hour ഒക്കെയാണ് വൺ വേ വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ ഉരുളൻ കല്ലുകളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെ. അതൊക്കെ കയറി വേണം നമ്മൾ പോവാൻ. ഈ ഭാഗത്താണ് നമുക്ക് ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റുന്നൊരു ഭാഗം, സേഫ് ആയിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സേഫ് ആണ് കേട്ടോ. ഇത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി ടൈമൊന്നും നമ്മൾ അന്നേരം അവിടെ നിന്നില്ല. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് കരുതി. പിന്നെ നമ്മളായിരുന്നു അന്നത്തെ ഫസ്റ്റ് എൻട്രി. സോ നമുക്ക് സമാധാനത്തോടെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ട്രെക്കിംഗ് ചെയ്യാൻ പറ്റിയ കേട്ടോ. വേണമെങ്കിൽ ഹായ് ഒക്കെ കാണിച്ചോ കേട്ടോ. പോകുന്ന വഴി അത്രയും ആനപ്പിണ്ടായിരുന്നു കേട്ടോ. സെക്യൂരിറ്റി മാമാർ ഓൾറെഡി പറഞ്ഞായിരുന്നു ആന ഇറങ്ങിയിട്ടുണ്ടെന്ന്. ബട്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ബട്ട് യു നോ വാട്ട്, നമ്മൾ പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആനപ്പിണ്ടം കാണാമായിരുന്നു. ആനനെ കാണാൻ പറ്റിയാലോ എന്ന് അത്യാഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. ബട്ട് കണ്ടില്ല. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ബ്ലൂ ലഗൂൺ പോലെയൊക്കെ തോന്നിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നേ. മേലോട്ട് പോകുന്നതോറും നല്ല പണ്ടുകൂറ്റൻ പാറകളൊക്കെ കാണാം. ഇത്രയും വലിയ പാറകളൊക്കെ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നത്. ഈ ട്രെക്കിംഗ് ഒരു അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മൾ നടക്കുന്ന വഴിയുടെ 2 സൈഡും കൊടുങ്കാടാണ്. ആൻഡ് എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സൗണ്ടും അതുപോലെ തന്നെ കിളികളുടെ കലവില സൗണ്ടും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയിരുന്നേ. ഇല്ല, വീണൊന്നും അല്ല. ഞാനൊന്ന് സാഷ്ടാംഗം നമസ്കരിച്ചത്. പിന്നെ സ്നേഹം കൊണ്ട് പറയുവാണ്, തറയെ നോക്കി നടന്നോണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സാഷ്ടാംഗം നമസ്കരിക്കേണ്ടി വരും. അത്രയും വലിയൊരു പാറയുടെ താഴെ നമുക്ക് ഇരിക്കാനുള്ള ഭിത്തിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടേ. 3 ഭിത്തി ഉണ്ടേ. അതിലിരിക്കുന്നതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കയറി കിടക്കാനാണ്. ബിക്കോസ് സ്ലാബിനൊക്കെ നല്ല തണുപ്പാണ്. ഞാൻ കിടന്ന് മേലോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലാണ്. സത്യം പറഞ്ഞാൽ അവിടെ ഇച്ചിരി നേരം ഇളങ്ങാറ്റൊക്കെ കൊണ്ട് കിടന്നു പോയാൽ സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. ആക്ച്വലി റിവർ ക്രോസിംഗ് ഒക്കെ ചെയ്തേച്ച് വേണം നമ്മളിവിടെ എത്താൻ.
ബട്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ട് അത് ക്ലോസ് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് ഇച്ചിരി അധികം കുത്തനെയുള്ള രീതിക്കൊക്കെ കയറി വേണം നമ്മൾ വാട്ടർഫോൾ എത്താൻ. അങ്ങനെ ഒരു ദണ്ഡി യാത്രയ്ക്ക് ശേഷം നമ്മൾ വാട്ടർഫോൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ആ ഭംഗിയാന്നോ, ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കാറ്റും നല്ല രസമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. ഒരു തവണ പോലും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾ അവിടെ എത്തി ഇച്ചിരി നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ടൊരു ജനസാഗരമായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഫസ്റ്റ് എൻട്രി ആയതുകൊണ്ട് നേരത്തെ വന്നുകൊണ്ടും ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാതെ വളരെ മനസമാധാനമായിട്ട് എൻജോയ് ചെയ്ത് ഇവിടെ എത്താൻ പറ്റി. ആൻഡ് അവിടുത്തെ സെക്യൂരിറ്റി മാമിനോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. ഹലോ ഗായ്സ്, നമ്മൾ തളർന്നിരിക്കുകയാണ് ഗായ്സ്, വയ്യാണ്ടായിരിക്കുകയാണ് ഗായ്സ്. അവിടുന്ന് വേറൊരു ഗൂയിസ് കേൾക്കുന്നുണ്ട് ഗായ്സ്. ഓക്കെ ഗായ്സ്, അങ്ങനെ അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് നല്ല തളർന്ന് ക്ഷീണിച്ചുകൊണ്ട് വഴിയിൽ നിന്ന് കണ്ടൊരു കടയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ തട്ടി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.